ദൂരം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ദൂരം. ഇളയമ്മയെ 3 മാസത്തോളം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിന്റെ തലേരാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴിൽ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങി പോകുമല്ലേ? എന്റെ കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആരും നിന്നെ വിശ്വസിക്കും, ആരും നിന്നെ മനസ്സിലാക്കും, ആരും നീ ഇതെല്ലാം പറയും. വേണ്ട മേരി, നീ ഈ അവസ്ഥയിൽ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുമോ? ഗർഭിണിയായ നിന്നെ അയാൾ സ്നേഹിക്കുമോ? എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ഭക്തി എന്ന പഴുകിയിട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കും. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്ന് വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്തും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, കേൾക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. ലോകനാശത്തിന് കാരണമായി ദൈവം തെരഞ്ഞെടുത്ത മറിയം ലോകത്തിന്റെ സകലക്ഷമയായി. ഹെറോദേസ് അരുംകൊല ചെയ്ത കുഞ്ഞു പൈതങ്ങളുടെ ദീനരോധനങ്ങൾ സ്വർഗത്തെ നൊമ്പരപ്പെടുത്തിയപ്പോൾ വിദിതനായ ദൈവം മറിയത്തിന്റെ അഗാധമായ താഴ്മയിൽ കടാക്ഷിച്ചുകൊണ്ട് ഏകജാതന നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചതിന്റെ നേർക്കാരണമായി മറിയത്തിന്റെ ഉദരത്തിൽ ബ്രഹ്മമായി. ഇതാ സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശം. മാലാഖമാരുടെ രാജീവഗീതങ്ങൾ മുഴങ്ങിയ ബത്ലഹേമിലെ മഞ്ഞിന്റെ താഴ്വാരം, അജഗണങ്ങളുടെയും ഇടയന്മാരുടെയും വിഴികളിൽ പ്രത്യാശയുടെ പ്രകാശം വിതറിക്കൊണ്ട് ഒരു കാലത്തൊഴുത്തിൽ ലോകരക്ഷകൻ യേശു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ
കുളിരും രാവിൽ രാത്തിരുന്നു ഗജപാലക ദേവനാദം കേട്ടു ആമോദ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുവാസത്തിൻ കുളിരുണ്ടാകും ഗജപാലകർ ദേവനാദം കേട്ടു ആമോദ. വർണ്ണരാജികൾ വിടരും വാരി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നെ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നെ വന്നു. രാജാവിരാജന്റെ പൊൻതിരുമേനി വർണ്ണരാജികൾ വിടരും വാണി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. വന്നവനൂവരും ദാവീദിൻ സുതനേ, വന്നവനൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടാവിൽ ഗജപാലക ദേവനാദം കേട്ടു ആമോദ. വർണ്ണരാജികൾ വിടരും വാണി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.